നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 487th day. Today 6th chapter 87th ശ്ലോക. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 487 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 87ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 87ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണായ നമഃ. സൂതോവാച ഏവം ബ്രുവാണേ സതി ബാദരായണോ മധ്യേ സഭായാം ഹരിരാവിരാസീത് പ്രഹ്ലാദബല്യുദ്ധവ ഫൽഗുനാദിഭിः വൃതസുരർഷിസ്തമപൂജയച്ച താൻ. സൂതോ ഉവാച ഏവം ബ്രുവാണേ സതി ബാദരായണോ മധ്യേ സഭായാം ഹരിരാവിരാസീത് പ്രഹ്ലാദബല്യുദ്ധവ ഫൽഗുനാദിഭിः വൃതസുരർഷിസ്തമപൂജയച്ച താൻ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സൂതൻ പറഞ്ഞു, ഇപ്രകാരം വ്യാസപുത്രനായ ശ്രീ ശുകബ്രഹ്മർഷി അരുളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീ ശുകബ്രഹ്മർഷിയുടെ വേറൊരു പേരാണ് ബാദരായണൻ. വ്യാസപുത്രനായിട്ടുള്ള ശ്രീ ശുകബ്രഹ്മർഷിക്ക് ബാദരായണൻ എന്നൊരു പേരുമുണ്ട്. ബ്രുവാണി എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ഏവം ഇപ്രകാരം ശ്രീ ശുകബ്രഹ്മർഷി അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മധ്യേ സഭായാം ആ സഭയുടെ മധ്യത്തിൽ ഹരി, അതായത് മഹാവിഷ്ണു ആവിർഭവിച്ചു. മഹാവിഷ്ണു ആ സഭാമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു, ഭാഗവത സപ്താഹം നടത്തിയിട്ട് സനകാദികളും നാരദാദികളും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ശ്രീ ശുകബ്രഹ്മർഷി എത്തിപ്പെട്ടത്. അദ്ദേഹത്തെ പൂജിച്ച് അദ്ദേഹം ഇപ്രകാരം ഭാഗവതത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സഭാമധ്യത്തിൽ ശ്രീ ഹരി മഹാവിഷ്ണു ഭഗവാൻ അവതരിച്ചു. അദ്ദേഹം ത്തിൻ്റെ കൂടെ മഹാവിഷ്ണു ഭഗവാന്റെ കൂടെ അർജുനൻ, പ്രഹ്ലാദൻ, ഉദ്ധവർ, അർജുനർ എന്നിവരൊക്കെ മറ്റുള്ള അനുചരന്മാരും എല്ലാ ഭക്തോത്തമന്മാരും ഭഗവാന്റെ കൂടെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ദേവർഷിയായ സുരർഷി ദേവന്മാരുടെ മഹർഷിയായിട്ടുള്ള നാരദ ഭഗവാൻ അവരെയൊക്കെ അവരെയൊക്കെ പൂജിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ശ്രീമദ് മഹാഭാഗവതത്തെക്കുറിച്ച് വ്യാസപുത്രനായ ശ്രീ ശുകബ്രഹ്മർഷിയും സനകാദികളും നാരദരുമൊക്കെ കൂടി അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സഭാമധ്യത്തിൽ ശ്രീ മഹാവിഷ്ണു, ഉദ്ധവർ, പ്രഹ്ലാദൻ, അർജുനൻ തുടങ്ങിയ ഭക്തോത്തമന്മാരുടെ കൂടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അവതരിച്ചു എന്നല്ല, പ്രത്യക്ഷപ്പെട്ടു. അവരെ വേണ്ട വിധം നാരദർ പൂജിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച ഏവം ബ്രുവാണേ സതി ബാദരായണോ മധ്യേ സഭായാം ഹരിരാവിരാസീത് പ്രഹ്ലാദബല്യുദ്ധവ ഫൽഗുനാദിഭിः വൃതസുരർഷിസ്തമപൂജയശ്ച താൻ. ഓം തത്സത്. പ്രഹ്ലാദൻ, ബലി കൂടിയുണ്ട്. പ്രഹ്ലാദബല്യുദ്ധവ ഫൽഗുനാദിഭിः. പ്രഹ്ലാദൻ, മഹാബലി, ഉദ്ധവർ, അർജുനർ എന്നാണ് പറയുന്നത്. തുടങ്ങിയ ഭക്തന്മാരുടെ കൂടെ അവിടെ പ്രത്യക്ഷപ്പെട്ടു.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.